ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഉദയൻസ് വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോ കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് പാലക്കാട് ജില്ലയിലാണ്. നെന്മാറയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് കൊല്ലങ്കോട്. നല്ലൊരു സുന്ദര ഗ്രാമമാണ്. പാടങ്ങളും ദൂരെ കാണുന്ന വെള്ളച്ചാട്ടം, മലമുകളിൽ നിന്ന് ഒരുപാട് സ്ഥലത്ത് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ് കാണാൻ. നമുക്ക് മഴ കഴിഞ്ഞുള്ള സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കൊല്ലങ്കോട്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. കൂടുതൽ അവിടെ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന രീതിയിൽ പ്ലാസ്റ്റിക്കുമൊക്കെ തള്ളുന്നൊരു ഇതും കാണുന്നുണ്ട്. അത് ചെയ്യാതെ നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇതിനടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട് കാണാനായിട്ടുള്ളത്. സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാം. നമ്മളിപ്പോൾ ഇനിയിപ്പം കാണുന്നതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. പഴയൊരു ഓലപ്പുര കണ്ടോ, ഇതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ചായയും ചെറിയ കടികളൊക്കെ ഇവിടെ കിട്ടും. ഈ ചായക്കടയുടെ ഇടത് സൈഡിൽ നിന്ന് ഉള്ളിലേക്കൊരു റോഡുണ്ട്. ആ റോഡിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കളപ്പുര കാണാം. അതാണ് ഈ കളപ്പുര. കളപ്പുര ഒരു പാറയുടെ മുകളിലായിട്ടാണ്, ഫുള്ള് പാറയാണ്. പാറയുടെ മുകളിൽ പഴയൊരു ഓടിട്ടൊരു വീട്. ഇത് നെല്ല് കൊയ്തിട്ട് സൂക്ഷിക്കുന്ന കളപ്പുരയാണ്. ഇത് നെല്ലിൻ്റെ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ ഈ പാറപ്പുറത്ത് നെല്ലൊക്കെ ഇട്ട് ഉണക്കാനായിട്ടൊക്കെ ഇടും. എന്നിട്ട് ഉണങ്ങിയ നെല്ല് സൂക്ഷിക്കുന്നതാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ, മഴ കഴിഞ്ഞുള്ള സമയത്താണ് വെള്ളച്ചാട്ടം നന്നായിട്ട് കാണാൻ പറ്റും. ഇതാണ് കളപ്പുര. അതിനോട് ചേർന്ന് പാടവും അടുത്ത വീടുകളൊക്കെ ഉണ്ട്. അതിനടുത്ത് തന്നെയാണ് ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞൊരു പ്രകൃതി ക്ഷേത്രം. ഇതാണ് ചിങ്ങഞ്ചിറ. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുള്ളതാണ് ഈ ചിങ്ങഞ്ചിറയും കളപ്പുരയും കൊല്ലങ്കോട് പാടശേഖരങ്ങളൊക്കെ. ചിങ്ങഞ്ചിറ ഇത് ഒരു പ്രകൃതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലം ഉണ്ടെങ്കിലും എല്ലാ മതസ്ഥർക്കും പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും പോയി നല്ലൊരു പ്രത്യേക ഒരു വൈബാണ്. ഒരുപാട് ആൽമരങ്ങൾ നിൽക്കുന്നുണ്ട് അവിടെ. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ലതാണ്. വണ്ടി അവിടെ വരെ ചെല്ലും. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ് ഈ ചിങ്ങഞ്ചിറ. പിന്നെ ഉള്ളത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. ഇതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. ഇത് നമുക്ക് നെന്മാറ ഈ കൊല്ലങ്കോട് പാടശേഖരത്തിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡിൽ നേരെ പോയി കഴിഞ്ഞാൽ ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഈ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും, കുളിക്കാം. അടുത്ത് തന്നെ ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യവും ബാത്റൂമും വാഷ്റൂമും എല്ലാം ഉണ്ട്. നല്ലൊരു ഡേഞ്ചറൊന്നും ഇല്ലാണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. പിന്നെ ഈ ഏരിയയിലെല്ലാം ഒരുപാട് ഹോം സ്റ്റേകളും ചെറിയ ചെറിയ ഹോട്ടലുകളും എല്ലാം ഉണ്ട്. ഫുഡ് കഴിക്കാനാണെങ്കിൽ അയ്യപ്പേട്ടൻ്റെ ചായക്കട നല്ലൊരു ചായക്കടയാണ്. ഇപ്പോൾ ഈ കാണുന്നത് വാമൽ മുരുകൻ ക്ഷേത്രം. ഇത് പല്ലാവൂരാണ്. കൊല്ലങ്കോട് നിന്ന് പല്ലാവൂർ വരണം. പല്ലാവൂരിൽ നിന്ന് കുരിശ്ശേരി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു അമ്പലം. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനൊക്കെ ആയിട്ടുള്ള ഒരു അമ്പലമാണിത്. ഹൃദയം സിനിമയിലുണ്ട്. കുഞ്ഞിരാമായണത്തിൻ്റെ കുറേ ഭാഗങ്ങളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വ്യൂ ആണ്. മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള കാഴ്ചകളൊക്കെ കാണും. ഇതിന് തൊട്ട് താഴെ വരെ നമുക്ക് വണ്ടി കൊണ്ട് പോകാനും പറ്റും. നല്ലൊരു ക്ഷേത്രമാണിത്, വാമൽ മുരുകൻ ക്ഷേത്രം. അതിനുശേഷം വീണ്ടും നമുക്ക് വേണമെങ്കിൽ തിരിച്ച് സന്ധ്യാസമയമാകുമ്പം ഇവിടെ നെന്മാറ ഈ കൊല്ലങ്കോടുള്ള ഈ പാടശേഖരത്തിലേക്ക് വീണ്ടും വരാം. അസ്തമയ സൂര്യനെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. നല്ലൊരു പ്രത്യേക ഭംഗിയാണ് വൈകുന്നേരത്തെ ഒരു കാഴ്ച കാണാനായിട്ട്. ഉദയൻസ് വ്ളോഗിൽ വരുന്ന വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോകൾ കാത്തിരിക്കുക. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.